ഹലോ ഗൈസ്, കെബീർ ഗാർഡൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളെ യാത്ര തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ നമ്മൾ വെളിയങ്കോട് നിന്ന് പുറപ്പെട്ട് എറണാകുളം, തൃശ്ശൂർ അങ്ങനെ പല ജില്ലകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് പല കൂട്ടുകാരൊക്കെ കണ്ടുകൊണ്ടാണ് രസകരമായൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററാണ്. നമ്മളെ മുതുകാട് സാറിനെയും അവിടുത്തെ മാജിക് പ്ലാനറ്റും കുട്ടികളൊക്കെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് വരാമെന്നുള്ള ലക്ഷ്യമാണ്. അതിലിടയ്ക്ക് നമ്മൾ കൂട്ടുകാരൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വരാനുള്ളൊരു പുറപ്പെടലാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ ഷെംസും ആഷ്കറും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ ഈ രസകരമായ യാത്രകൾ. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഒരു യാത്ര പുറപ്പെടുക കേട്ടോ. എങ്ങോട്ടാണ് പോണേ ആഷ്കർ? ട്രിവാൻഡ്രം വിത്ത് കൊച്ചി. ട്രിവാൻഡ്രം വിത്ത് കൊച്ചിയിലോ? കൊച്ചിന്നല്ലേ ട്രിവാൻഡ്രത്തേക്ക് പോണേ? ആ, എങ്ങോട്ടാ പോണേ? അപ്പോൾ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലേക്ക് നമ്മൾ മറ്റന്നാളാണ് കേട്ടോ പോകുന്നത്. കാരണം മുതുകാട് സാർ നമുക്ക് ടൈം എന്നുള്ളത് മറ്റന്നാൾക്കാണ് രാവിലെ. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് പൂവാറിലേക്കാണ്. പൂവാറിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാഹുൽ ബ്രോ, നമ്മൾ റിയാദിലുണ്ടായിരുന്ന ഷാഹുൽ ബ്രോ ആണ് നമുക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുള്ളത്. ഷാഹുൽ ബ്രോയ്ക്ക് അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി ചങ്ക്സ് ബ്രോകളുണ്ട്. അവരോടൊപ്പമായിരിക്കും നമ്മളെ ഇന്നത്തെ യാത്രകളും എന്താ പറയുക അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിലിടയ്ക്ക് നമ്മളെ ഫാസിൽ ബഷീറിനെ കാണാണ്ട്, അതുപോലെ തന്നെ നിസാമലിനെ കാണാണ്ട്, മിന്നൽ നസീറിനെ കാണാണ്ട്, ഇവരൊക്കെ നമുക്ക് കാണാം, മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്കമാലി ടൗണിലെത്തിയിട്ടുണ്ട് അല്ലേ ആഷ്കറെ? അങ്കമാലി എത്തിയനൊക്കെ ഒരു ഉഷാറില്ലല്ലോ. അങ്കമാലി അമ്മാവനെ കാണണ്ടേ? അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റും. 12 വർഷം ഇയാൾ പ്രവാസ ജീവിതം അവസാനിച്ചിട്ട് ഞങ്ങൾ കാണാൻ പോവുകയാണ്. ആളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൾ വർക്ക് ചെയ്യുന്ന അങ്കമാലിയിലാണ്. നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് അങ്കമാലി ടൗൺ. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ചതല്ലേ. അങ്ങനെ 12 വർഷമല്ലേ പ്രവാസ അവസാനിച്ചിട്ട്? 8 അത് നമ്മുടെ പ്രവാസം നിർത്തിയിട്ട് സെറ്റപ്പാണല്ലേ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ജോയ്സിനെ കണ്ടുമുട്ടി. വളരെ സന്തോഷമായി. ഞങ്ങൾ സന്തോഷത്തോടും സങ്കടത്തോടും കൂടി പിരിഞ്ഞു. അവൻ കൊണ്ടുപോയത്, ഞങ്ങളെ ചാവടിക്കാൻ കൊണ്ടുപോയത് സൽക്കാര എന്ന് പറയുന്നത് അങ്കമാലിത്തെ ഒരു അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരു റെസ്റ്റോറൻ്റ് കേട്ടോ. അവിടുത്തെ മലബാർ സ്റ്റൈൽ കടികളും ചായകളൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇനി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ്? അത്താണിക്കൽ അല്ലേ? അത്താണി. ഓക്കെ, അത്താണി ഭാഷയിൽ അത്താണിയിലാണ് നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ നിലവിൽ കേരളത്തിലെ നമ്പർ 1 മജീഷ്യനായ ഫാസിൽ ബഷീർ, ട്രിക്സ്മാനിയ ഫാസിൽ ബഷീറിനെ മീറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തെ നമ്മളൊരു 1-2 വർഷത്തെ പരിചയമുണ്ട്. നമ്മൾ റിയാദിലൊക്കെ ഒന്ന് പ്രോഗ്രാം നടത്തി അങ്ങനെയൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ആ സൗഹൃദം ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണില്ലേ അഷ്കർ? അഷ്കറിനൊരു ഉഷാറില്ലല്ലോ. എന്താ ചായ അടിച്ചാൽ ശരിയായിട്ടില്ലേ? ചായ അടിപൊളിയായിരുന്നു നമ്മൾ കുടിച്ചല്ലേ. ചായനെ പറ്റിയ അഭിപ്രായം ഏതാണ്? സൽക്കാര. അപ്പൊ അങ്കമാലി വരുന്നവരൊക്കെ ആ സൽക്കാരിലൊന്ന് കയറി വൈകുന്നേരത്തെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്, രക്ഷയില്ല. ചട്ടിപ്പത്തിരി, നമ്മളെന്താ കഴിച്ച? ചട്ടിപ്പത്തിരി, കൊഴുക്കട്ട, സമൂസ, ഒരുപാട് കടികളുണ്ട്. പക്ഷെ സ്പെഷ്യൽ എനിക്കിഷ്ടം അത് ചായ കേട്ടോ. സ്ട്രോങ് എന്ന് പറയുന്ന സാധനം സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ചായ ആണല്ലേ? പക്ഷെ നിങ്ങൾ സ്ട്രോങ് കുടിച്ചില്ലല്ലോ. സ്ട്രോങ് ആണ് കുടിക്കണ്ടേ. ചായ കുടിക്കുമ്പോൾ സ്ട്രോങ് കുടിക്കണം. അഷ്കർ ചായ കുടിച്ചില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അത്താണി എത്തിയിട്ടാ. അപ്പോൾ ഫാസിൽ നമ്മളെ മുന്നിലാണ് പോകുന്നുണ്ട്. ആ പോകുന്ന കാറാണ് ഫാസിലിൻ്റെത്. അങ്ങനെ ഞങ്ങൾ ഫാസിലിനെ കണ്ടു. ഫാസിലിൻ്റെ ഫ്ലാറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫാസിലിൻ്റെ ഫ്ലാറ്റ് വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാസിലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയതൊക്കെ അവിടെ ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെത്തി ഫാസിലിനെ കാണണം, ഫാസിലിൻ്റെ ഓഫീസൊക്കെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആളെ കിട്ടി. ട്രൈ ചെയ്തിട്ടാണ് കിട്ടുന്നത്. ആള് നല്ല ബിസി ആയിരുന്നു. ഇന്നും ബിസി ആയിരുന്നു. ഇന്നും പ്രോഗ്രാം നമ്മള് കൊടുത്ത സ്നേഹം തിരിച്ചു തന്നു. സൗദിയിൽ ആദ്യമായിട്ട് എന്നെ കാലുബന്ധിച്ചത് കെബീറാണ് അല്ലെ? ഒരു തവണയല്ല, 2 തവണ. രണ്ടാമത്തെ തവണ ആണെങ്കിൽ മുതുകാട് സാർ. പ്രവാസിയിൽ കിട്ടിയ വലിയൊരു ഭാഗ്യം. രണ്ടുപേരും ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. ഫാസിലിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ? അത്ര ഇത് 2013 മുതുകാട് സാറിന്റെ ഒരു ഇവന്റ് ഡയറക്ട് ചെയ്തതിന് സാറ് തന്ന ഇവന്റ് ഡയറക്ടർ അവാർഡാണ് ഇത്. ട്രിക്സ് ചാനലിന്റെ 100ാം
100ാമത്തെ എപ്പിസോഡ് 100ാമത്തെ എപ്പിസോഡ് സാറിന്. ഇതൊക്കെ ആലുവ മുനിസിപ്പാലിറ്റിയുടെ അവാർഡുകളാണ്. ഇതൊക്കെ ഇവന്റ് ഡയറക്ടർ അവാർഡ്സ് ആണ്. ഒരു യൂട്യൂബിന്റെ ബാക്കിയൊക്കെ വീട്ടിലിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ഇവിടെ വേണമെന്ന് വിചാരിച്ചു വെച്ചാൽ ഫാസിലിന്റെ എന്താ പറയാ ഒരു സ്വർഗരാജ്യമാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. അപ്പൊ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഇപ്പോഴും കേരളത്തില് നമ്മൾക്ക് അറിയപ്പെടുന്ന ഒരു നല്ലൊരു എന്താ പറയാ മജീഷ്യൻ. അത് മാത്രമല്ല ഫാസിൽ കിട്ടിയ ഭാഗ്യം എന്നാണ് നമ്മൾ മുരുകാസ് സാറിന്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയാണ് ഫാസിൽ ബഷീർ. അപ്പൊ ഇനി നമുക്ക് വീണ്ടും സൗദിയിൽ നിന്ന് കാണാൻ എന്താ പറയാ. അപ്പൊ നമ്മള് ഫാസിൽ ബഷീറിനെ മീറ്റ് ചെയ്തു. ഫാസിൽ ബഷീറിന്റെ ഓഫീസിലൊക്കെ പോയി. എന്താ പറയാ നമുക്ക് നല്ല സ്നേഹം തന്നുല്ലേ ഫാസിൽ ബഷീർ. നന്നായി സ്വീകരിച്ചു. നമ്മള് സൗദിയിലേക്ക് കൊണ്ടുപോയ ആ സ്നേഹം ഫാസിൽ ശരിക്കും തിരിച്ചു തന്നു. അപ്പൊ ഇനി നമ്മളെങ്ങണ്ടാ പോണേ? ഇനി നമ്മള് ഇവിടെ കേരളത്തിൽ ഇതേപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു സിംഗറാണ്. നമ്മളെ കവാലി മാപ്പിളപ്പാട്ടൊക്കെ പാടി എന്താ പറയാ ആളുകളെ കയ്യിലെടുക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട നിസാമലിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. നിസാമലിനെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ് നിസാമലിനെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം. നിസാമലി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിസാമലി കാത്തു നിൽക്കുന്നത് ആലുവ ടൗണിലാട്ടാ. അപ്പോൾ ആലുവ ബ്രിഡ്ജൊക്കെ കടന്നിട്ടാണ് നമ്മളിതാ പോകുന്നു. ആലുവ ടൗൺ എത്തി. നിസാമലി നമ്മൾ ആ ടൗണിൽ റൗണ്ട് ഓപ്പോട്ടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ആലുവ ടൗണാണ്. ആലുവ ടൗണൊക്കെ ഞാൻ പ്രതീക്ഷയിലൊക്കെ എത്രയോ മനോഹരമാണ് കേട്ടോ. അടിപൊളി എന്താ പറയുക ഒരുപാട് വികസനങ്ങളൊക്കെ ഉള്ള ഒരുപാട് നല്ല അടിപൊളി ടൗണാണ്. അങ്ങനെ നമ്മളെ നിസാമലിനെ കണ്ടത് ആ സ്നേഹം കൊണ്ട് പൊതിയാണ് നിസാമലി നമ്മളെ ആലുവ ടൗണിൽ. മാഷാ അല്ലാഹ് ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ്. ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പം നിസാമിലിനായിട്ടും ഇതുപോലെ നമ്മൾ 1-2 വർഷത്തെ നല്ല പരിചയമുണ്ട്. ഇവിടെ റിയാദിൽ പ്രോഗ്രാമിനൊക്കെ വന്ന് കണ്ട് പരിചയപ്പെട്ടതാണ്. പക്ഷെ ആ സ്നേഹം നമ്മൾ നല്ല രീതിയിൽ തന്നെ നിലനിർത്തി പോകുന്നുണ്ട്. ഭയങ്കര ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിലുള്ളത്. ഇനി നമ്മൾ കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. കൊച്ചിയിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ മിന്നലിനെ നമ്മൾ ഓർത്തെടുത്തത്. അങ്ങനെ മിന്നലിനെ വിളിച്ച് നമ്മുടെ ഭാഗ്യം കൊണ്ട് തന്നെ മിന്നൽ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പെട്ടെന്ന് വിളിച്ച് ആൾ വന്നു. മിന്നലിനെ കണ്ടു. ഒരു രക്ഷയില്ല. അടിപൊളി ഒരു യാത്ര തന്നെ കേട്ടത്. കാരണം നമ്മൾ പ്രതീക്ഷ എല്ലാ ആളുകളെയും കാണാൻ പറ്റി. മിന്നലൊക്കെ നമ്മളെ സ്നേഹിച്ച് കൊല്ലായിരുന്നു. ഇനി മിന്നലുടെ നല്ലൊരു ട്രീറ്റ് ഉണ്ട് ഇവിടുന്ന്. അല്ല ഞാനിപ്പോ ഇവിടെ കാശ്മീരിലാണോ? നിങ്ങൾ കാശ്മീരിലുണ്ടായിരുന്ന ആൾക്കാരാണല്ലോ. നമ്മളെ കായംകുളം കൊച്ചിനുമാരെ വീണ്ടും പൊക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കായംകുളം സ്ഥലത്തിന്റെ പേരെന്താണ്? കൊച്ചുകുളങ്ങര. നമ്മളെ കായംകുളം കൊച്ചുണ്ടി ജനിച്ച സ്ഥലം അല്ലേ? ആ ഒരു ലൊക്കേഷനാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പൊ പിള്ളേരെ നമ്മള് വീട്ടിൽ പൊക്കില്ല. പക്ഷെ ഇവരൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മറ്റൂരിന്റെ കേബിള് മറന്നു കൊണ്ടുപോയിണ്ടായിരുന്നില്ലേ? അതൊരു മറക്കാതെ നഷ്ടപ്പെട്ട സാധനം. അത് ഒറിജിനൽ കേബിൾ ടൈപ്പ് ഒറിജിനൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മളെ കായംകുളം ചങ്സുകളെ വകയാണ് കേട്ടോ. നമ്മളെ റിസ്വാന്റെയും ഫിർദൗസിൻ്റെ വകയാണ്. നമ്മൾ കാശ്മീരിൽ നിന്ന് ചങ്കളായ 2 പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അപ്പോൾ അവരിവിടുന്ന് കണ്ടുമുട്ടി. അപ്പോൾ നമ്മളിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്ന് ഡിന്നർ കഴിച്ചത്. അപ്പോൾ കായംകുളത്തുള്ളവർ ആ റെസ്റ്റോറൻ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൊല്ലം കാവനാട് എത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ വലിയ സംഭവം പോലെ തടഞ്ഞു നിർത്തി. അപ്പോൾ നമ്മൾ ചെക്കിംഗ് ആണെന്ന് വിചാരിച്ചു. പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ ഇവിടെ എല്ലാ വണ്ടിക്കാർക്കും ഉറക്കൊഴിഞ്ഞു പോകുന്ന എല്ലാ വണ്ടിക്കാർക്കും എന്താ പറയുക ഗാവയും ചുക്കാപ്പിയും കൊടുക്കുകയാണ്. ഉറക്കം ഒഴിഞ്ഞു പോകുന്ന ഡ്രൈവർമാർക്ക് നല്ലൊരു എന്താ പറയുക മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്
ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മൾ സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് ജലീൽ ഇബ്രാഹിം. ഞങ്ങൾ ട്രാക്ക് എന്ന് പറയുന്ന സംഘടനയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാക്ക് എന്ന് പറയുന്ന സംഘടനയുടെ പിന്നെ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. നമ്മൾ ഇന്നത്തെ ടീം ലീഡറാണ് അമൽ. ഇത് ജോണമ്പോള്, ഇത് നമ്മുടെ കിരൺ, പിന്നെ അനീഷ് ചന്ദ്രനുണ്ട്. ഇത് നിരവധി നമ്മുടെ ഇപ്പോഴത്തുള്ള വോളണ്ടിയേഴ്സാണ്. 25ഓളം വോളണ്ടിയേഴ്സാണ് ഇന്നത്തെ ടീം. ഇത് 4ാമത്തെ ദിവസമാണ് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട്. ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് 4ാമത്തെ. വളരെ നല്ല മാതൃകാപരമായ പ്രവർത്തനം. ഞങ്ങൾ മലപ്പുറത്താണ് വരുന്നത്. ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയിലാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ മുതുകാർസാന ഡിഫറെന്റ് ആർട്ട് സെന്ററിലെ കുട്ടികളെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്നത്. നല്ല 6ാം തീയതി നമുക്ക് ടൈം വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇലക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പൊ ഞങ്ങള് ചെക്കിംഗ് ആണെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ചെയ്യുന്നത് നല്ല പ്രവർത്തനമാണ്. കാരണം ഉറപ്പൊഴിഞ്ഞു വരുന്ന ഡ്രൈവർമാർക്കൊക്കെ ഒരു ഉണർവ് കിട്ടും, ഒരു എനർജി കിട്ടിയിട്ട് അവർ പോയി യാത്രയിൽ അവർ ഇറങ്ങി അവരെ എനർജി തരുന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കണം. ഓക്കെ. അപ്പൊ നമ്മള് തിരുവനന്തപുരം പൂവാറിലെത്തിയിരിക്കുകയാണ്. നമ്മളെ ഷാവുലിന്റെ താറൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഷാവുൽ ബ്രോദ നമ്മൾ എത്രയും നേരം കാത്തിരുന്നു. രാത്രി 2:30 മണിയായിട്ട്. പുലർച്ചെ 2:30 മണി വരെ കോയമ്പത്തൂരൊക്കെ ഷാവുലിന്റെ എല്ലാ ഫ്രണ്ട്സുകളും ഉണ്ട്. ഒരു ഗ്യാങ്ങിന് ഉണ്ടല്ലേ നമ്മളെ കാലത്ത്. അടുത്ത് വരുമ്പോ നമുക്ക് നാളെ അതിനുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോട്ട ഷാവുൽ ബ്രോയുടെ ഈ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ആ സ്വീകരിച്ച രീതിയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു ഒരു പിടുത്തം കിട്ടുന്നില്ല. അത്രയും സ്നേഹത്തിലാണ് അവർ നമ്മളെ സ്വീകരിച്ചതും കാത്തിരുന്നതും. ഇവിടെ ആണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഈ ഫ്ലാറ്റിലാണ് നമുക്ക് ഇവർ സ്റ്റേ ഉള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരുന്നത്. അങ്ങോട്ട് നോക്കിയാൽ നമ്മളെ വിഴിഞ്ഞം ബീച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിമനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തലസ്ഥാന നഗരിൽ പൂവാറിലാണുള്ളത്. ഓക്കെ, പൂവാറിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് സൗദി റിയാദിലുണ്ടായിരുന്ന ഷാഹുൽ സലീമിൻ്റെ റിസോർട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങൊക്കെ ഷാവുൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കിടക്കുന്നത് ഷാവുലിൻ്റെ ടാറാണ്. ടാർ ഇതിലാണ് നമ്മളിന്ന് ഷാവുൽ ട്രിവാൻഡ്രം മൊത്തം നമ്മളെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ ഇറക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നെയ്യാർ പുഴയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബീച്ചിലേക്കാണ് ഇവർ നമ്മളെ ബോട്ടിങ്ങിൽ കൊണ്ടുപോകുന്നത്. ബോട്ടിംഗ് ആണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്. അസ്കർ, നമ്മൾ ബീച്ചിലേക്കല്ലേ പോകുന്നത്? നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് വരുന്ന ആ ഒരു ഒഴുക്ക് വെള്ളത്തിൽ കൂടെ കയറാൻ പോകുന്നത്. എന്നിട്ട് ഗോൾഡൻ ബീച്ചിലേക്ക് പോകും അല്ലേ? ഒരുപാട് കണ്ടൽക്കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ യാത്ര ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിസാമേ, എന്താ പരിപാടി? എവിടെ ബോട്ടിങ്ങിന് പോവാ? എന്നാ കേറി. ബോട്ടിങ്ങിന് ഇങ്ങനൊന്നും പോയാ പോരട്ടാ, കയ്യെട്ടിട്ടൊന്നും പോയാ പോരാ. ആ ഒരു പവർ പറ്റേ. ആ, നമ്മളെ പിള്ളേർ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതാ നമ്മളെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന, എന്താ പേര്? സജിൻ. ബ്രോയുടെ പേരെന്താ? ദീപു. നമ്മളെ എന്താ പറയാ കേരളത്തിന്റെ യുവതലമുറകളാണ് ഇവരൊക്കെ അല്ലേ? എന്താ പറയാനുള്ളത്? ഉഷാറില്ലല്ലോ. രണ്ടൊരു പാട്ട് ഈ വൈബിൽ പാടിക്കൂടെ? പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാടാം. സൂപ്പർ വൈബ്. എന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാവുൽ സെറ്റാണല്ലേ? നമ്മളിപ്പുള്ളത് നെയ്യാർ ഡാമിൽ നിന്ന് വരുന്ന പാലരുവിയിൽ കൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ. മനോഹരമായ കൂടെ നല്ല ജംഗിൾ നമ്മുടെ പിള്ളേരോടുണ്ട് നമ്മളെ. അപ്പോൾ നെയ്യാർ പുഴയിലൂടെ നമ്മളെ കടൽ തീരത്തേക്കുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്ര കേട്ടോ. മനോഹരമായ കാഴ്ചകൾ. പിന്നെ എടുത്തു പറയേണ്ടത്
ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള യാത്രകളാണ്. ഭയങ്കര രസമാട്ടോ. നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. നിങ്ങൾക്ക് കാണാം പുഴയുടെ അരികിൽ ഓരോരുത്തർ കുളിക്കുന്ന കാഴ്ചകളും ഒക്കെ. കണ്ടൽക്കാടുകൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ കേരളത്തിൽ പോകുന്നവരൊക്കെ അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോകുന്നവരൊക്കെ ഈ ഒരു യാത്ര ഒന്ന് ആസ്വദിക്കണം. പൂവാറിൽ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പൂവാറ്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക. ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസങ്ങളിൽ നിന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മളെ ഈ നാടൊക്കെ വികസിക്കുന്നതിനോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ഒരുപാട് വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കാശ്മീരിലെ ഷിക്കാര റൈഡ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അതാ ഇളനീരൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ചേട്ടാ ഇളനീര് വേണമല്ലോ. വായോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെ ഷാവുലിൻ്റെ കൂട്ടുകാരൻ്റെ റെസ്റ്റോറൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ പുതിയ ഓപ്പൺ ആയതാണല്ലേ? ജാമലിക്ക് ചായ പിടിക്കാതെ കൊണ്ട് ഓണായിട്ടില്ല. അപ്പോൾ ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഗോൾഡൻ സാധനം ബീച്ചിലെത്തിയിരിക്കുകയാണ്. പൂവാറിന്റെ ഭംഗി പറഞ്ഞറിയിക്കേണ്ടതന്നെയാണ്. എന്താ പറയുക, വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടതാണ്. ബോട്ടിലാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഓണർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ഫുഡ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊക്കെ പൂവാറ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ സജിൻ റോഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ പൂവാറ് വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സജിൻ റോഡ് റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്ത് നമ്മൾ സീ ഫുഡാണ്, കംപ്ലീറ്റ് സീ ഫുഡാണ് ഓർഡർ ചെയ്തത്. കൊഞ്ചിൻ്റെ ഒരു ഫ്രൈ ഉണ്ട്. അതുപോലെ നമ്മൾ നിസാം ഓർഡർ ചെയ്താണ് കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ പിന്നെ ഫിഷ് കറി ഉണ്ട് കേട്ടോ. ഫിഷ് കറി പുന്നാര മീനാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്ത് മീനാണ് അറിയില്ലത്. പുന്നാര മീൻ, അതുപോലെ കരിമീൻ ഫ്രൈ, ഇത്രയും ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ കഴിച്ചാലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയെങ്കിൽ ഞങ്ങൾ കഴിച്ചത് ലഞ്ചാണ്. കാരണം നേരം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൈസാണ് ഞങ്ങൾ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തത്. ഒരു രക്ഷയില്ല, സീ ഫുഡ് അടിപൊളിയാണ്. കറികളാണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഒക്കെ മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
അപ്പോൾ ഞങ്ങളുടെ റൈഡ് കഴിഞ്ഞിട്ടോ, നമ്മുടെ പുഴയിലെയും കായലിലൊക്കെ ഉള്ള റൈഡ് നമ്മൾ കഴിഞ്ഞ് ബോട്ടിലുള്ള. ഇനി നമ്മൾ ഷാഹുൽ പ്രോയുടെ ഒരു കിടിലം വണ്ടിയുണ്ട്, താറ് അല്ലേ കളിയാ? ഒരു വർഷമായില്ലേ താർ എടുത്തിട്ട് നമ്മൾ? 1 വർഷം 2 മാസമായി. അപ്പോൾ താറിൽ ഒന്ന് കറങ്ങാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഷാഹുൽ പ്രോയുടെ വണ്ടിയിൽ നമ്മൾ കറങ്ങാൻ പോകുന്നത് ഓഫ് റോഡ്. ഓക്കെ, അപ്പോൾ താറ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ മുതൽ മക്കളെ, താറ് KL 19 2928. ഇതിലാണ് ഇനി നമ്മളെ യാത്ര. കല്ലിവള്ളി, അത് അടിപൊളി അല്ലേ? അപ്പൊ നമ്മള് ഷാഹുൽ ബ്രോയുടെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മള് ജബ്ബാർ മാമനെ കാണും, റിയാദിലെ ഫോട്ടോഗ്രാഫർ ജബ്ബാർ മാമൻ എക്സിറ്റ് വന്നാണ്, പ്രവാസ അവസാനിപ്പിച്ച് വന്നാണ്. അപ്പൊ നമ്മളെ കൂടെ നമ്മളെ അൻഷാദ് ബ്രോ ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ ഷാഹുൽ ബ്രോയുടെ വീട് കേട്ടോ. ഷാന്റെ മോനാണോ? എന്താ പേരെന്താ? റയ്യാന. അപ്പൊ നമ്മൾ ഷാഹുലിന്റെ അധോലോകം കണ്ടാലോ? ഷാഹുലിന്റെ അധോലോകം വാവ്, ബ്യൂട്ടിഫുൾ ആട്ടോ. അധോലോകം എന്നല്ല, ഭയങ്കര സെറ്റ് റൂമാളിയാ. ഇന്ത്യയിലൊക്കെ പൊളിച്ച് ഷാഹുൽ കിടക്കുന്ന ബെഡാണ് കിട്ടാ. പക്ഷെ വീട്ടിൽ കിടക്കാറില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്, ഇങ്ങോട്ട് കിട്ടാറില്ല നമുക്ക്. മൂവാറിലെ മുഖ്യമന്ത്രിയാണത്, റിയാദിലെ ഞങ്ങൾ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ. താറ് ഒന്ന് ഓടിക്കാനുള്ള ആഗ്രഹം ഒരുപാട് കാലമായിട്ട്. അപ്പൊ ഞാൻ താറ് ഓടിക്കാൻ പോണ്. നമ്മുടെ ഷാഹുൽ വണ്ടിയാണ് അത്, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ അല്ലേ, ട്രിവാൻഡ്രത്ത്, കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തിന്റെ മെയിൻ സിറ്റിയായ കോവളം റോട്ടില് വണ്ടി സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ നമ്മള് ട്രിവാൻഡ്രം കോവളത്തേക്കുള്ള യാത്രയിലാണല്ലേ. കോവളം റൂട്ടാണിത്. അപ്പൊ നമ്മളെ കൂടെ ജബ്ബാർ മാമൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജബ്ബാർ മാമൻ എന്താ പറയാനുള്ളത്? എന്ത് പറയാൻ, റോഡൊക്കെ ഇഷ്ടപ്പെട്ടോ? റോഡൊക്കെ പൊളിയാണ്, ട്രിവാൻഡ്രം ടോട്ടലി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ട സങ്കല്പത്തിനേക്കാളും ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരാണ്. നമ്മൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി എന്നൊക്കെ പറയാം ഈ ഒരു ദിവസം കൊണ്ട്. സ്ഥലം അടിപൊളിയാട്ടാ, സ്ഥലമൊക്കെ പക്കയാണ്. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ്. നമുക്ക് വന്ന് വൈബാക്കി പോകാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ട്രിവാൻഡ്രത്തുണ്ട്. ഇപ്പോൾ ഒരുപാട് വികസനങ്ങളും ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഒരുപാട് മേഖലയിൽ ഭയങ്കര വികസനമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയുള്ള നമ്മളെ മാധ്യമപ്രവർത്തകൻ സുലൈമാൻ സാഹിബിൻ്റെ വീട്ടിലാണ്, വിഴിഞ്ഞത്ത്. അപ്പോൾ നമ്മളിതാ വിഴിഞ്ഞം ബീച്ചിലേക്ക് പോവുകയാണ്. വിഴിഞ്ഞം ബീച്ചിൽ ആ മനോഹാരിത ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ് കേട്ടോ വിഴിഞ്ഞം. ഒരുപാട് മൂവി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് വിഴിഞ്ഞം. നല്ല വലിയ മസ്ജിദ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ബീച്ചാണ് വിഴിഞ്ഞം ബീച്ച്. അപ്പോൾ കോവളം ബീച്ചിലാണ് മക്കളെ ഉള്ളത് കേട്ടോ. കോവളം ഒരു രക്ഷയില്ല, നല്ല തിരക്കുണ്ട്, അടിപൊളി വൈബാണ്.
നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നത് പൂന്തുറാണ് കേട്ടോ. നമ്മളെ PDPയുടെ നേതാക്കന്മാരുടെ ഒക്കെ നാടാണ് പൂന്തുറ. സിറാജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഭീമാപ്പള്ളി ഒന്ന് സന്ദർശിക്കാനാണ്. തിരുവനന്തപുരം വന്നിട്ട് ഭീമാപ്പള്ളി സന്ദർശിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? നമ്മളുടെ ഒരു എന്താ പറയാ ആരാധനാലയം ഇപ്പോൾ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഭീമാപ്പള്ളിക്കുള്ള വഴിയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വർക്കല ബീച്ചിലാട്ടോ. വർക്കല ബീച്ചിലെത്തിയുള്ളത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ടോം ക്ഷണിച്ചിട്ടാണ് നമ്മൾ വന്നത്. ടോമിന് ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വർക്കലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ടോമിനെ കോൺടാക്ട് ചെയ്യാം. വളരെ മനോഹരമായ റിസോർട്ടുകളാണ് അവർക്കുള്ളത്. പിന്നെ ഇന്ന് കേരളത്തിൽ വിദേശികളൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് വർക്കല ബീച്ച് എന്നാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ്. ഒരുപാട് സംഭവങ്ങളിവിടെ കാണാണ്ട് ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇവിടുത്തെ സീ ഫുഡ് എടുത്തു പറയേണ്ട സംഭവമാട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങളും കഴിച്ചു സീ ഫുഡ്, ചെമ്മീനും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വൈബായിരുന്നു, രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററും കാര്യങ്ങളും മുതുകാട് സാറുമായിട്ടുള്ള മീറ്റപ്പൊക്കെ അടുത്ത വീഡിയോയിൽ വരും. അതുവരെ ബൈ ബൈ.